ഇവിടെ കുറച്ച് CPR വിടറാ ഫൈന്. മച്ചാനെ എല്ലാം പറ്റിയോ? എന്റെ ഷർട്ട് ഇട്ട് ഇറങ്ങിയേക്കാ പിഴച്ചവൻ. ആ എവിടെ എവിടെ പിള്ളേരെ കണ്ടുപിടി. എന്നൊന്ന് പണി ഞങ്ങോട്ട് ഇറക്കിയാലോടാ. എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല, ഞാൻ മാത്രം പോരാടാ സിറ്റിയില് ലംബോ. ആ വാ വാ വന്നു കയറ് വന്നു കയറ്. ഇതാടാ റൈസിനുണ്ടോടാ? റൈസിനുണ്ടോ നീ? എടാ വാടാ വാടാ റൈസിനുണ്ടോടാ? റൈസിനുണ്ടോടാ? KV ഗ്യാങ്ഹൗസ് വരെ വാടാ. KV ഗ്യാങ്ഹൗസിൽ ആരാദ്യം എത്തുന്നു? ആ മൂഞ്ചി അങ്ങനൊക്കെ മൂഞ്ചടാ. അവനെ എടാ ഞാൻ അവനെ ഗ്യാങ്ഹൗസിൽ പറഞ്ഞു വിട്ടല്ലേടാ, നീ എന്തെന്ന് പറയുന്നേ? നമുക്കെന്നെ തിരിച്ചു എന്തിനാണ് അവന്റെ പറയൊക്കെ പോയി ചുമ്മാ ഇനി അവന്റെ ഇതുമായിട്ട്. ജിത്തു ബ്രോ വെൽക്കം വെൽക്കം ബാക്ക്. ചാറ്റിട് പോവാൻ പറയടാ അവനോട്. പിന്നെ കണ്ടോമാരൊക്കെ റേസിന് വിളിക്കുമ്പോ അവന്റെ പുറകെ വാലുമായിട്ട് പോവാൻ എന്റെ പേരേ ബാലൻ ബാലൻ കേട്ടാ. അത് തന്നെ കണ്ടോമാര് വിളിക്കുമ്പോ പോണ്ട ആവശ്യമുണ്ടോ? നീ തന്നെ പറ. കണ്ടോമാര് വിളിക്കുമ്പോ പോണ്ട ആവശ്യമുണ്ടോ? ആയിക്കോട്ടെ, ഞാൻ വിളിച്ചപ്പോ അവൻ എന്താ പറഞ്ഞ? ഓക്കെ വാ നീ ഇവനുമായിട്ട് റേസിന് പിടിക്കാൻ പാ. പെർഫെക്റ്റ്. റേസിനുണ്ടോടാ പന്നി? റേസിനുണ്ടോ? ആളില്ലേ? ആ ശരിയാണല്ലോ. മോനെ വണ്ടി നിർത്തടാ. മോനടാ ഹലോ, ആളില്ലേ ഇതിനകത്ത്? എടാ പക്ഷെ അത് പിന്നെ ഫ്രണ്ടിലോട്ട് ഇടിച്ചതാണോ ഞാൻ? നീയല്ലേ ഇടിച്ചത്? മൈനസ് ആണല്ലോടാ, മൈനസ് ആവുന്നല്ലോടാ. പ്ലസ് ആക്ക് എന്തേലും ഇട്ടതാ. അല്ല ഈ പിള്ളേര് മൈനസ് ആക്കി എന്നെ ഇതാക്കും. വണ്ടി ഒന്ന് അപ്പ് ചെയ്യണല്ലോടാ. എന്താ പറയുന്നത്? എടാ ബാക്കിൽ എക്സ്ലാൻഡിക്സ് എന്ന് മാറ്റിയിട്ട് 916 എന്നാക്കണം. മനസ്സിലായോ? അത് പറ്റുമോ? റേസിനുണ്ടോടാ? റേസിനുണ്ടോടാ നീ? റേസ് കാർ റേസിനുണ്ടോടാ? റേസ് അടിക്കാൻ പഞ്ചസാര അവന്റെ പഞ്ചസാര ഉമ്മാന്ന്. സ്ട്രീമർ മോഡ് എങ്ങനെ ഇടുന്നേ? സ്ട്രീമർ മോഡ് എങ്ങനെ ഇടുന്നേ? പഞ്ചസാര അവന്റെ. ആ തൽക്കാലം കേറി നീ EMS ആയിട്ട് റേസ് വെക്കും. അതാകുമ്പോ ഈ സിറ്റിയിൽ ഏറ്റവും സ്പീഡുള്ള വണ്ടിയാ CMS. ഇവനെവിടെ മഞ്ഞ വണ്ടി ഇടാ. മഞ്ഞക്കാറേ റേസിനുണ്ടോ? റേസിന് ആ റേസ് ജയിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം അങ്ങോട്ട് വരും. തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തരാൻ പറ്റുന്ന അത് തന്നാ മതി. ആ എന്നാ തരണം നീ പഴങ്കഞ്ഞി. അത്രേ ഉള്ളു, ഒരു 10 പഴങ്കഞ്ഞി. ക്ലീരാണോ? രണ്ടെണ്ണം വാ. എന്നല്ല എന്റെ പഴങ്കഞ്ഞല്ല, അവന്റെ പഴയ നൊടിയല്ലോ. അത്രേ ഉള്ളു. ഇവിടന്ന് എവിടെ? ഒരു മിനിറ്റ് മാർക്ക് ചെയ്യാം. മാപ്പ് എടു. അവിടെ ഫ്രണ്ടിലത്തെ ഒരു ബാങ്ക് കണ്ടോ? പേ ഇൻവോയ്സ് 1 7089. അവിടെ ആദ്യം ആരെത്തും അവര്. ഓക്കെ, ആർ യു റെഡി ഗായ്സ്? ഗ്രീൻ ലൈറ്റ് ആവുമ്പോ പോട്ടെ. ഓക്കെ, ഇവിടെ ഗ്രീൻ ലൈറ്റ് ആവുമ്പോ ഏത് ബാങ്കാണ്? അങ്ങനല്ലല്ലോടാ എന്റെ വണ്ടി ഒന്ന്. ഇവിടെ നമ്മുടെ ലംബോടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു വണ്ടി സീറ്റിലുണ്ടോടാ? പറടാ. അവൻ ആ ഏരിയയിലുണ്ടോടാ? പറടാ കണ്ടോടാ. അവന്റെ പഴങ്കഞ്ഞി വാങ്ങിച്ചിട്ടേ പോത്തുള്ളതോടാ. അവൻ പോയെന്നോ? എന്ത്? അവനവിടുന്ന് വളച്ചു പോയി.
അപ്പൊ നമ്മൾ ഇത്ര നേരം ആരുടെ റേസ് വെച്ചോണ്ട് നടന്ന് നീയല്ലേ എന്തോ പറഞ്ഞോണ്ടിരുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അവന്മാരെ അവിടെ നിന്ന് തിരിച്ച് ഫസ്റ്റത്തെ വളവിലെ അവന്മാര് തിരിച്ച്. ഇവനൊക്കെ നാണോണ്ടോടെ ഇവര് കാണാണോടെ ഒരു റേസിന് പുറകെ വരാൻ പറ്റിയില്ലെങ്കിലേ ഇവരൊക്കെ ആണെന്ന് കൂട്ടാൻ പറ്റുമോ പിള്ളേടി ഗ്രാമവാസീസ് രണ്ട് പഴങ്ങ മനസ്സിലാവത്തില്ലല്ലോടാ ബാല. അത് ശരിയാ പിള്ളേരൊക്കെ മുടി വളർത്തി കിടക്കുമല്ലേടാ. പിന്നതാ നീ അങ്ങ് ഉണ്ടാക്കല്ലേ, നീ എന്നെയൊക്കെ അങ്ങ് ഉണ്ടാക്കല്ലേ മുടി. ഇത് കേട്ടിട്ടില്ല ആ ഇപ്പത്തെ ഇപ്പത്തെ ആമ്പിള്ളേര് മുടി വളർത്തി കിടക്കുന്നത്. അത് കണ്ടായിരുന്നു. അത് പക്ഷെ നീ മുടി വളർത്തി എന്ന് പറയുമ്പോ നമുക്ക് കുറച്ച് മുടിയുണ്ട്, മനസ്സിലായ? നീരാ വന്നങ്ങ് എനിക്കിട്ട് മൈനസ് ആക്കല്ലേ നീ. എന്റെ കൂടെ ഇന്ന് പ്ലസ് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കിയാ മതി. ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ എന്ന് വാർ ചാറ്റില്. പക്ഷെ അത് എനിക്കിട്ട് കൊണ്ടല്ലോടാ. അത് കുഴപ്പമില്ല, നീ വണ്ടി ഇട്. നമുക്ക് തഗ് ലൈഫ് കണ്ടതിനേക്കാൾ വിഷമാണ് എനിക്കിന്ന് തെറ്റിക്കറി. തിരിച്ചു പറ്റാ സ്നൈപ്പ നീ ഉള്ളപ്പോ എനിക്ക് പ്ലസ് കയറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് സ്നൈപ്പ, മനസ്സിലായോ? അതാ പ്ലസ് സ്നൈപ്പ എങ്ങനെ പോന്നു? ഗ്യാങ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു? ഗ്യാങ് കാര്യങ്ങൾ എങ്ങനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാ നീയല്ലേ ബാല മെയിൻ. നീയല്ലേ മെയിൻ, നീയല്ലേ അതൊക്കെ നോക്കി നടത്തണ്ടേ? അല്ല ബാല. ആ സ്നൈപ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വണ്ടി ഒന്ന് നിർത്തട്ടെ. പൊന്തക്കാട്ടിലോട്ട് അല്ല ഇങ്ങോട്ട് വരൂ. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറുമായിട്ട് വളരെ സൗഹൃദത്തിൽ പൊക്കോണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറുമായിട്ട് വളരെ സൗഹൃദത്തിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പൊ ആ പോലീസ് ഓഫീസറിന് പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ പോലീസ് ഓഫീസറിന്റെ കൂടെ കള്ളനെ പിടിക്കാൻ ഒരു 1/2-3 മണിക്കൂർ പുള്ളിയുടെ കൂടെ നടന്നു. കള്ളനായിട്ട് മന്ദാരം അഭിനയിക്കുകയായിരുന്നു കുറച്ചു നേരം. അപ്പൊ പുള്ളിക്ക് ഒരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മന്ദാരത്തെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുള്ളിനെ രക്ഷിക്കണം, മന്ദാരത്തിനെ രക്ഷിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടി. എന്തിന്? മന്ദാരത്തിനെ രക്ഷിക്കാൻ. അപ്പൊ ഈ പുണ്ടാമൻ വണ്ടി നിർത്തിയോ? ഏത് പോലീസുകാരൻ? ഇല്ല. ഞാൻ എന്ത് ചെയ്തു? തോക്കെടുത്തു, അവന്റെ വണ്ടിയുടെ ടയർ നോക്കി ഒരു വെടി അങ്ങ് കൊടുത്തു. ടയർ പൊട്ടി. അപ്പൊ തന്നെ നായിന്റെ മോൻ ഇറങ്ങി വന്നിട്ട് താടാ കാർബേന്ന് പറഞ്ഞ് തോക്കെടുത്തോണ്ട് പോയി. സ്നേഹിപ്പേ ചോദിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ മന്ദാരം എന്നോട് എന്തോ പറഞ്ഞെന്നറിയോ? ഇപ്പൊ വയ്യടാ, എനിക്ക് മടിയാണെന്ന്. ഞാൻ എന്തോ പറയണം തീപ്പേ? നീ പറ. നിന്നെ വിളിക്കാനായിട്ട് നീ അവിടെ ഇല്ല. നീ പറ, നീ ഉത്തരം പറയതിന്. പിന്നെ പോകാന്നറിയാം. ഇപ്പൊ വേണ്ടെങ്കിൽ പിന്നെ പോകാം. ഇപ്പൊ വേണ്ടെങ്കിൽ പിന്നെ പോവാന്നാ? പിന്നെ മന്ദാരത്തിന് വയ്യല്ലോടാ. അവന് എപ്പോഴാ വയ്യാതെ മാറണം, നമുക്ക് അനുസരിച്ച് പോവാല്ലോ. സ്നേഹിപ്പ നീ മാറി. പണ്ടായിരുന്ന നീ അപ്പൊ തന്നെ എന്നെ തോക്കും പിടിച്ച് ഇറങ്ങിയാണ് സ്നേഹിപ്പ. ആ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. 5 പീടി നിന്റെ കൂടെ എന്തിനും ഞാൻ ഉണ്ടാവും. നീ ആദ്യം പോയി ഫസ്റ്റ് സംസാരിക്കാം. നിന്റെ കാർബൈൻ എടുത്തത് എന്താന്ന് അത്രേ ഉള്ളു. എന്നിട്ട് സംസാരിക്കണം. എങ്ങനെ അടിയാവണ ബാല നീ അടിച്ചോ. ഞാൻ ഡ്രോൺ വെച്ച് എവിടെ ഉണ്ടെന്ന് ലൊക്കേഷൻ പറഞ്ഞുതരാം. എന്തോ എന്റെ തോക്കില്ലെന്ന് അടിക്കാൻ കൊണ്ടുപോയി. അല്ല നമുക്ക് അവിടെ പോയി 2 വില്ലൊക്കെ വിളിക്കാം. കുഴപ്പമില്ല. വില്ലെങ്കിൽ വെല്ലി, തോക്കില്ലെങ്കിൽ വെല്ലു വിളിക്കാനാണോ പാട്? വാഗുണ്ടാ ഒരു തരത്തിലാന്ന് പറഞ്ഞാൽ നീയൊക്കെ വെളിയിലിറങ്ങുമ്പോ നീയൊക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു തോക്കുമല്ല, പക്ഷെ അവനെയൊക്കെ വെല്ലു വിളിച്ച് പീടിന്ന് നശിപ്പിക്കും. മനസ്സിലായോ? ഇല്ല പീടി നമ്മൾ അടിക്കാൻ പോവാ. അത്രേ ഉള്ളു. ഞാൻ ഇന്ന് അവന്മാരെ പറയും, നീയൊക്കെ പുറത്തിറങ്ങിയ കയ്യും തലയും വിട്ടുവെന്ന് ഞാൻ പറയും. ഇപ്പൊ എനിക്ക് വരത്തില്ല. വെറുതെ നടന്ന എന്നെ ഒരു ബ്രേക്കും ഇല്ല. നേരെ ചെല്ലുന്ന അടിച്ചു കയറ്റുന്ന വണ്ടിയകത്തോട്ട്, അവന്റെ അണ്ണാക്കിലോട്ട്. ഞാൻ ഇതുവഴി ഇങ്ങോട്ട് പോവായിരുന്നു. ഇതുവഴി ഇങ്ങോട്ടും പോവാം, മനസ്സിലായോ? ഇതുവഴിയും പോവാം. താങ്ക് യു സോ മച്ച്.